സമാധാന പ്രഭു, വീരനാം ദൈവം. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മെ നിത്യജീവനിലേക്ക് നടത്തിയിട്ട് എന്ന പോലെ ഇനി നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചോന്നും പറഞ്ഞ് വിടാൻ വേണ്ടിയല്ല, കയ്യെ പിടിച്ച് കൊണ്ട് നടക്കാൻ. എവിടെ വരെ കൊണ്ട് നടക്കാനാണ്? നിത്യതയോളം. അതുകൊണ്ട് ഓരോ സമയത്തും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴി എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. അത്ഭുത മന്ത്രി, മന്ത്രി എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിൽ അല്ലേ? നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ആളിനാ മിനിസ്റ്റർ എന്നാണ് അല്ലേ? കൗൺസിലർ, അത്ഭുത മന്ത്രി. അപ്പൊ നാം വിടുവിക്കപ്പെട്ടത് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നുണ്ട്, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. വി ആർ ഡെലിവേർഡ് ഫ്രം ദ ലോ. 4-ാമത്തെ വാക്യത്തിൽ വി ഡൈഡ് ടു ദ ലോ, ന്യായപ്രമാണത്തിന് മരിച്ചു. ഇവിടെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും. ആ ഒരു അനുഭവം നമുക്കുണ്ടോ? ഈ അകത്തെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കണം. കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും കേൾക്കുന്നു. പക്ഷേ അത് ഈ ജഡീക അവസ്ഥ ദൈവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതുണ്ടാവും. അത് നമ്മൾ 26-ാം അധ്യായത്തിൽ കഴിഞ്ഞ് എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനിൽ ബാധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മക്കളാണ്. ഇപ്പോൾ മോനെ പിടിച്ചോണ്ട് ബിജു ബ്രദർ റോഡേ നടക്കും തന്നെ അവനോട് പറയടാ വണ്ടി ചീതി പാഞ്ഞു വരിക, ഈ റോഡല്ല ഒത്തിരി വണ്ടി വരുന്നുണ്ട്, നീ വലത്തോട്ട് കയറല്ലേ, വണ്ടി ഇടിക്കും, വണ്ടി തട്ടും. അവനെ കയ്യെ പിച്ചുകയും ആക്കുകയും അപ്പായ ഇടിക്കുകയും ഒത്തിരി അങ്ങ് ഉപദ്രവിക്കുമ്പോൾ എന്താണ്? അടിച്ചാലേ പോയില്ലേ, പോയാലേ അടിച്ചത് എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ട്. സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണം, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. ഒരു കാര്യം ദൈവം അങ്ങനെ കൈവിടുക. അതുകൊണ്ടായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ എപ്പോഴും വഴി നടത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പോകും. പിന്നെ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കുഴപ്പം, സാത്താനാണോ തോന്നിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ തോന്നിക്കുന്നതെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസവും ഞാൻ 2 ശമ്മേല് വായിച്ചപ്പോൾ ജനത്തെ എണ്ണുവാൻ സാത്താൻ ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിച്ചെന്നാണ്. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ തോന്നലുകളും നമ്മുടെ ദൈവവചനവുമായിട്ട് വെരിഫൈ ചെയ്യണം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകിച്ച് നല്ല തോന്നലുകൾ ഒത്തിരി തന്നുകൊണ്ടിരിക്കുന്നു, നമ്മളത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. കുഞ്ഞെ നീ അങ്ങോട്ട് പോകല്ലേ, നീ അങ്ങോട്ട് പോകല്ലേ, നീ ആ കുഞ്ഞുങ്ങളുടെ കൂടെ പോകല്ലേ, നീ ആ പുസ്തകം വായിക്കരുത്, നീ അവരുടെ കൂടെ ചെന്നിരിക്കരുത്. ആ തോന്നലുകൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കും. പിന്നെ ഇൻക്രീസിംഗ്ലി വി ഡിസൊബേ ഗോഡ്. നമ്മളിങ്ങനെ ആവർത്തിച്ച് പിന്നെ ദൈവത്തെ നിരസിക്കുകയും ദൈവത്തെ ദുഃഖിപ്പിക്കുകയും. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലേ നമുക്ക് വിഷമില്ല, നമ്മൾ പിന്നെയും പോയി പറയുക. അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. അവൻ കാര്യം മനസ്സിലാക്കുന്നു. പിന്നെ മുടിയപുത്രം പോയ പോലെ അവനങ്ങ് ഇറങ്ങി പോകാനൊരു താല്പര്യം. പക്ഷെ ഈ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കണം. ഇനി 8-ാം അധ്യായത്തിൽ വരുമ്പോഴും ഉണ്ട്, എന്താ നാം ദൈവത്തിന്റെ മക്കളെന്ന് വായിച്ചിട്ടുണ്ടല്ലോ ആ വാക്യം. പിന്നെ വരുമ്പോൾ വീണ്ടും ആവർത്തന വിരസതയായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ 13-ാമത്തെ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും, 14-ാമത്തെ വാക്യം ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ ആകുന്നു. ദൈവത്തിന്റെ ആത്മാവ് കയ്യെ പിടിച്ച് നടത്തുന്നവരാ ദൈവത്തിന്റെ മക്കളാണ്. So the inner urge of the Holy Spirit, inner voice of the Holy Spirit. പിന്നെ താഴോട്ട് വരുമ്പം പറയുന്നത് 16-ാമത്തെ വാക്യം നാം ദൈവത്തിന്റെ 14-ാമത്തെ വാക്യം ദൈവാത്മാവ് നടത്തുന്നവർ 8-14 റോമർ 8-14 ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. Those who are led by the Spirit are the children of God. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ദൈവത്തിന്റെ
മക്കൾ. ലീഡിങ് ഓഫ് ദ സ്പിരിറ്റ് നമ്മൾ പറയുന്നു അല്ലേ? ഒരു സ്പിരിറ്റ് ലീഡിങ്. നിങ്ങൾ ഈ താടത്തിലെ തിരുമേനി അപ്പച്ചനെ അറിയാവുന്ന എത്ര പേരുണ്ട്? എനിക്കറിയാം. തിരുമേനി വല്യപ്പച്ചനെ അറിയാം. തിരുമേനി വല്യപ്പച്ചൻ പണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വരും. അപ്പോൾ എങ്ങോട്ടാണ് പുള്ളിയെ തിരുമേനിന്ന് വിളിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചോദിക്കും ഇന്നത്തെ അരമനയിലോട്ടാണ് നമുക്ക്. അപ്പം ഇപ്പോഴും പറയാം ഇന്ന് നടത്തിപ്പില്ലെന്ന് പറയും. നടത്തിപ്പില്ലെന്ന് പറയും. ചില കൊച്ചു പിള്ളേരൊക്കെ അന്ന് നടത്തിപ്പച്ചനെന്ന് പറഞ്ഞാൽ ഇന്ന് നടത്തിപ്പില്ലെന്ന് പറയും. ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ കൊച്ചിലെ പുള്ളിയുടെ ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടും കരുത്തല്ലൊരു നേരിയതും ഒക്കെ ഇട്ട് ഇന്ന് നടത്തിപ്പില്ലെന്ന് പറയും. പണ്ടുള്ളവർ ആ നടത്തിപ്പ് അനുഭവിച്ചവരെ. ഇന്നത്തെ തലമുറയ്ക്ക് ആ നടത്തിപ്പ് ഒത്തിരി അന്ന് അധികം ശബ്ദമൊന്നും കേൾക്കാനില്ല. ഇന്ന് കുറച്ച് ശബ്ദമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയും. ഇന്ന് ഒത്തിരി ശബ്ദത്തിൻ്റെ ഇടയിലായതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം ഏതാണെന്ന് തിരിച്ചറിയാത്ത ഒരു അവസ്ഥ. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ ഒരു നടത്തിപ്പില്ല. ഞാൻ ഇച്ചിരി സ്വകാര്യ